നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിജയൻ മാസ്റ്റർ മെമ്മോറിയൽ ഹാളിലായിരുന്നു കർഷക ദിനാചരണം. അവിണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും നടത്തി. പെരിഞ്ചേരി ALP സ്കൂൾ ഹാളിലായിരുന്നു കർഷക ദിനാചരണം. ചിങ്ങം 1 ഭാഗമായി ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന പശുഭജനം ഭക്തി നിർഭരമായി. രാവിലെയാണ് പ്രത്യേക പൂജാ ചടങ്ങുകൾ നടന്നത്. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിജയൻ മാസ്റ്റർ മെമ്മോറിയൽ ഹാളിലായിരുന്നു കർഷക ദിനാഘോഷം. നമ്മുടെ കാർഷിക മേഖല ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണ്. അതിനെങ്ങനെ മെച്ചപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതിനുള്ള നമ്മുടെ കൃഷിക്കാരുടെയും മറ്റു സുഹൃത്തുക്കളുടെ ബന്ധം അനിവാര്യമാണ്. ഇപ്പൊ ചിങ്ങം 1 എന്ന് പറയുമ്പോൾ പഴയ കാലത്ത് ഞാനൊക്കെ കൃഷിക്കാരൻ, ഇതിനകത്ത് തൊഴിലാളിയാണ്. ഞാനൊക്കെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പണിയെടുക്കുമ്പോൾ അന്തരത്തിനേക്കാളും മെച്ചപ്പെട്ട സ്ഥിതിയാണ് കാലങ്ങൾ കഴിയുമ്പോഴും പുതിയ സ്മാർട്ട് എന്ന പോലെ ഈ രംഗത്ത് മാറ്റം കൈക്കൊണ്ടിരിക്കുന്നത്. പഴയ കാലത്തൊക്കെ കോടിയിൽ വെള്ളം പറ്റുന്നതനുസരിച്ച് വരപ്പ് വയ്ക്കാൻ പോകും. അതുപോലെ തന്നെ വിത്തുകളിന് ഞാറുകൾ തടങ്ങളുണ്ടാകും. അതുപോലെ അതിനാവശ്യമായ കൃഷിക്ക് ആവശ്യമായ മനുഷ്യന്റെ ശരീരത്തോടുള്ള പ്രവർത്തനമായിരുന്നു പണ്ട് നടന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയ വലിയ മാറ്റങ്ങൾ കാർഷിക രംഗത്ത് ഉയർന്നു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. നമുക്ക് ആദ്യം തന്നെ നമ്മളുമായി ബന്ധപ്പെടുന്ന കൃഷിഭവൻ സ്മാർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃഷിഭവന്റെ പ്രവർത്തനം കർശനമായി മുന്നോട്ട് പോകണം എന്നാണ് സർക്കാർ ആലോചിക്കുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം വിഷമഘട്ടങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് കൃഷിയോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ കൃഷിയെ സ്നേഹിച്ചുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ദിവസം മാത്രം ആദരിക്കപ്പെടേണ്ടവരല്ല നമ്മുടെ കർഷകർ. ഇപ്പൊ നമ്മളിന്ന് 14 മേഖലയിലായിട്ടാണ് നമ്മൾ നമ്മുടെ കർഷകരെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഓരോ കർഷകരും ഒന്നിനൊന്ന് മെച്ചമെന്ന് പറഞ്ഞ പോലെ പലരും അപേക്ഷിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മുൻവർഷങ്ങളിൽ കിട്ടിയവർക്ക് തൊട്ടടുത്ത വർഷങ്ങളിൽ ലഭിക്കില്ല, അതുകൊണ്ട് തന്നെ പിൻവാങ്ങി നിൽക്കുന്നവരുണ്ട്. അപ്പൊ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മേഖലയിലെ കൃഷി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അറിയാം, മഴ തവണ വളരെ നേരത്തെ തന്നെ നമ്മളെ എടുപ്പിക്കെത്തി മഴ. മെയ് മാസം മുതൽ തന്നെ മഴയാണ്. അപ്പോ ശരിക്കും നമ്മുടെ പ്രദേശത്തിന്റെ ഇത്തവണ ആ ഭാഗങ്ങളെല്ലാം ശരിക്കും ഒരു സമയത്ത് കൃഷി ചെയ്യുന്ന കരകൃഷി ചെയ്യുന്ന CC മുകുന്ദൻ MLA കർഷക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട ചൊവ്വൂർ സ്വദേശി നെടുങ്ങാട്ടിൽ വീട്ടിൽ സഹദേവനെ MLA ആദരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ കർഷക പ്രതിഭകൾക്കുള്ള ആദരം നിർവഹിച്ചു. മികച്ച കർഷക തൊഴിലാളിയായി തെരഞ്ഞെടുക്കപ്പെട്ട പൂത്തറക്കൽ ബ്രഹ്മസ്വം വീട്ടിൽ കമല, മികച്ച നെൽകർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട ചേർപ്പ് ചേനം സ്വദേശി വലിയകത്ത് വീട്ടിൽ നജീബ് എന്നിവർ ആദരം ഏറ്റുവാങ്ങി.
ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷയായി. ചേർപ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ CD മാലിനി പദ്ധതി വിശദീകരണം നടത്തി. ചേർപ്പ് കൃഷി ഓഫീസർ ഡോക്ടർ ഷിസ ഉല്ലാസ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VN സുരേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ വിദ്യ രമേശ്, അനിത അനിലൻ, പഞ്ചായത്ത് അംഗങ്ങൾ, കൃഷി അസിസ്റ്റന്റ് M ജാസ്മിൻ എന്നിവർ സംസാരിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും നടത്തി. പെരിഞ്ചേരി ALP സ്കൂൾ ഹാളിലായിരുന്നു കർഷക ദിനാചരണം. നമ്മൾ പ്രതീക്ഷിച്ച ആളുകൾ, നമ്മളുടെ കൃഷി വകുപ്പായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, കർഷകർ, അതുപോലെ ഇതിന് ചുറ്റുമുള്ള നാട്ടുകാർ, അങ്ങനെ എല്ലാവരും എത്തി വളരെ നിറഞ്ഞൊരു സദസ്സിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അത് തന്നെ ഈ പരിപാടിയുടെ കർഷക ദിനാചരണത്തിൻ്റെ ഒരു വിജയമാണ്. അതിന് നമ്മൾക്ക് നമ്മളോടൊപ്പം പഞ്ചായത്ത് ഭരണസമിതിയോടൊപ്പം നമ്മളോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന വളരെ ആത്മാർത്ഥമായിട്ട് ഓടി നടക്കുന്ന ഒരു കൃഷി ഓഫീസറും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫും ഉണ്ട്. അതിന് ഈ ഇത്ര നല്ലൊരു പരിപാടി മനോഹരമായി സംഘടിപ്പിച്ചത് നമ്മുടെ കൃഷി ഓഫീസറാണ്. കൃഷി ഓഫീസറെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളവരെ. കാരണം കർഷകരെ കാണല്, ഇതിൻ്റെ സഹായിക്കുന്ന ആളുകളെ ചെന്ന് കണ്ട് അവരുടെ സഹായം അഭ്യർത്ഥിക്കല്, ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ ഒരുക്കല്, ആളുകളെ ക്ഷണിക്കല്, നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വളരെ ഊർജ്ജസ്വലമായിട്ട് ആയിരുന്നു നമ്മുടെ കൃഷി ഓഫീസിലെ ടീം നിന്നിരുന്നത്. അപ്പോൾ അവർക്കൊക്കെ കൂടി അവകാശപ്പെട്ടതാണ് ഇത്ര മനോഹരമായൊരു ചടങ്ങ് സംഘടിപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്വം. മറ്റൊന്ന്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വലിയ ഒരു കാർഷികമായിട്ട് വലിയ വിളവൊന്നുള്ള പഞ്ചായത്തല്ല അവണിശ്ശേരി. നമ്മുടെ സമീപ പഞ്ചായത്തിലായുള്ള പാർലം ചേർപ്പിനൊക്കെ അപേക്ഷിച്ചു. പക്ഷേ വലിയ ലാഭം കിട്ടാതെ ഇല്ലും, ഒരുപാട് ആനുകൂല്യങ്ങളൊന്നും എത്തിയിരുന്നില്ലെങ്കിലും ഒരുപാട് പ്രതിസന്ധി നേരിടേണ്ടി വരുന്നുണ്ട് എങ്കിൽ കൂടി കാലങ്ങളായി ഈ മേഖലയില്, ഈ കൃഷിയില് അതിനെ സ്നേഹിച്ച് അതിനോടുള്ളൊരു ഇഷ്ടം കാരണം മാത്രം ഈ മേഖലയിൽ തുടരുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുള്ള സ്ഥലമാണ് അവണിശ്ശേരി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും ഉദ്ഘാടനം ചെയ്തു. മികച്ച മുതിർന്ന കർഷകൻ, മികച്ച യുവ കർഷകൻ, മികച്ച വിദ്യാർത്ഥി കർഷക ഉൾപ്പെടെ വിഭാഗങ്ങളിൽ നിന്നുള്ള 13 കർഷകരാണ് കർഷക ദിനത്തിൽ ആദരിക്കപ്പെട്ടത്. ചേർപ്പ് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ CD മാലിനി പദ്ധതി വിശദീകരണം നടത്തി. അവണിശ്ശേരി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ, പഞ്ചായത്ത് അംഗം സായ രാമചന്ദ്രൻ, രമണി നന്ദകുമാർ, ഇന്ദിര ജയകുമാർ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ കുമാർ ചാണാശ്ശേരി, BR ബാലകൃഷ്ണൻ, ADC അംഗങ്ങളായ TK രാമചന്ദ്രൻ, KA മധുസൂദനൻ, ജിനീഷ് കറുകയിൽ, VK ശശിധരൻ, പഞ്ചായത്ത് സെക്രട്ടറി N പ്രദീപ് കുമാർ, കൃഷി അസിസ്റ്റന്റ് ദീപ കടവിൽ എന്നിവർ സംസാരിച്ചു. ചിങ്ങം 1-ന്റെ ഭാഗമായി ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന പശുഭജനം ഭക്തി നിർഭരമായി. രാവിലെയാണ് പ്രത്യേക പൂജാ ചടങ്ങുകൾ നടന്നത്. പശുഭജനത്തിനായി ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന പശുക്കൾക്ക് ആദ്യം പ്രത്യേക പൂജ നൽകി. ക്ഷേത്ര മേൽശാന്തി രാധാകൃഷ്ണ ഭട്ടിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ്. പ്രത്യേക പൂജയ്ക്ക് ശേഷം പശുക്കൾക്ക് നിവേദ്യം നൽകി. തുടർന്ന് നിവേദ്യം നൽകിയ പശുക്കളുമായി പ്രദക്ഷിണം നടത്തിയതോടെ ചടങ്ങിന് സമാപനമായി. ചേർപ്പ് നവരശ്മി ബാലജനസഖ്യത്തിന്റെ 26ാമത് ഓണാഘോഷവും കലാസന്ധ്യയും തിരുവോണ ദിവസമായ സെപ്റ്റംബർ 5-ന് നടക്കും. ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഉൾപ്പെട്ട നവരശ്മി ബാലജനസഖ്യത്തിന്റെ ബ്രോഷർ പുറത്തിറക്കി. ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള ബ്രോഷർ സാംസ്കാരിക പ്രവർത്തകൻ ജോൺസൺ ചിറമൽ പ്രകാശനം ചെയ്തു. കവി ശ്രീനിവാസൻ കോവാത്ത്, സംഘാടകരായ KL ആന്റണി, KB പ്രമോദ്, PK ഉണ്ണികൃഷ്ണൻ, പ്രസാദ് കിഴക്കൂട്ട്, മുഹമ്മദ് സ്വലേഹ്, KR മണികണ്ഠൻ, ജോസഫ് ആന്റണി എന്നിവർ സംസാരിച്ചു.
തിരുവോണ ദിനമായ സെപ്റ്റംബർ 5-ന് ചേർപ്പ് പഞ്ചായത്ത് ഭോജനശാലയിലാണ് ഓണാഘോഷവും കലാസദ്യയും ഒരുക്കിയിരിക്കുന്നത്. വൈകിട്ട് 6 മണിക്ക് ഓണാഘോഷത്തിന് മുന്നോടിയായുള്ള ഓണക്കിറ്റുകളുടെ വിതരണം നടക്കും. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഓണക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിക്കും. കവിയും ഗാനരചയിതാവുമായ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യും. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ നാടക സംവിധായകൻ ശശിധരൻ നടുവിലിനെ ചടങ്ങിൽ ആദരിക്കും. മേളപ്രമാണി പെരുവനം സതീശൻ മാരാർ പുരസ്കാര സമർപ്പണവും ഓണസ്മൃതിയും നിർവഹിക്കും. എഴുത്തുകാരി ശ്രീജ നടുവിൽ മുഖ്യാതിഥിയാകും. വിവിധ കലാപരിപാടികൾ, കരോക്കെ, സംഗീത സന്ധ്യ എന്നിവ ഓണാഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറും. ചേർപ്പിൽ ജൂബിലി തേവർ പാടശേഖരത്തിൽ മുണ്ടകൻ കൃഷി ഇറക്കുന്നതിന് മുന്നോടിയായി വെള്ളം പമ്പ് ചെയ്ത് വറ്റിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 2025-26 വർഷത്തെ മുണ്ടകൻ കൃഷിക്ക് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾക്കാണ് ജൂബിലി തേവർ പാടശേഖരത്ത് തുടക്കമായത്. 950 ഏക്കർ വ്യാപിച്ചു കിടക്കുന്നതാണ് ചേർപ്പ് ജൂബിലി തേവർ പാടശേഖരം. പാടശേഖരത്തെ വെള്ളം പൂർണ്ണമായും പമ്പ് ചെയ്ത് വറ്റിക്കുന്നതാണ് ആദ്യഘട്ട പ്രവർത്തനം. വെള്ളം പമ്പ് ചെയ്ത് വറ്റിക്കുന്ന മോട്ടോറിന്റെ സ്വിച്ച് ഓൺ കർമ്മം തൃശൂർ സബ് കളക്ടർ അഖിൽ വി മേനോൻ നിർവഹിച്ചു. പടവ് പ്രസിഡന്റ് മജീദ് മുത്തുള്ളിയാൽ അധ്യക്ഷനായി. ജില്ലാ കോൾ കർഷക സംഘം സെക്രട്ടറി കെ കൊച്ചു മുഹമ്മദ്, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, KDA അംഗം വർഗീസ്, പഞ്ചായത്ത് അംഗം സുനിത, പാടശേഖര സമിതി കമ്മിറ്റി സെക്രട്ടറി AK അരവിന്ദാക്ഷൻ, മെമ്പർമാരായ ഉണ്ണികൃഷ്ണൻ, ഷാജഹാൻ, ശങ്കരൻ, രാധാകൃഷ്ണൻ, സുധൻ കണ്ണോടി, KA മജീദ്, ഫൈസൽ, ശിവരാമൻ, സിറാജു, ഹംസ, സുധീർ, അബു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഓണക്കോടി 2025 ഓണം ഫെസ്റ്റീവ് കളക്ഷനുമായി ഒല്ലൂരിൽ മേച്ചേരി സിൽക്സ് ഒരുക്കമായി. 2 വർഷം കൂടെ ഉണ്ടായിരുന്ന തൃശൂരിലെ ജനങ്ങൾക്ക് നന്ദിയുമായി ഒല്ലൂർ ഗവൺമെന്റ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് സമീപം പ്രവർത്തിക്കുന്ന മേച്ചേരി സിൽക്സ് ഒരുക്കിയിരിക്കുന്നത് മെഗാ ലക്കി ഡ്രോയും മറ്റ് 2 പുതുപുത്തൻ സമ്മാനങ്ങളുമാണ്. ഓണത്തിനോടനുബന്ധിച്ച് പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കളെയാണ് മെഗാ ലക്കി ഡ്രോ കാത്തിരിക്കുന്നത്. മെഗാ ലക്കി ഡ്രോയിലൂടെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന സമ്മാനങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും ഉപഭോക്താക്കൾക്ക് ലഭിക്കും. 1999 രൂപയുടെ ഓരോ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ ഉപഭോക്താവിന് നൽകും. ഇതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് 1ാം സമ്മാനമായി ഫ്രിഡ്ജും, 2ാം സമ്മാനമായി ടിവിയും, 3ാം സമ്മാനമായി മറ്റ് ഗൃഹോപകരണങ്ങളും ലഭിക്കും. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള കാലയളവിൽ പർച്ചേസ് ചെയ്യുന്നവർക്കുള്ളതാണ് ഈ ഓഫർ. 1999 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് ഡെയിലി ലക്കി ഡ്രോയിലൂടെ സമ്മാനങ്ങൾ നേടാം. പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സമ്മാന കൂപ്പണിൽ നിന്ന് ദിവസേന ഒരു ഭാഗ്യശാലിയെ തെരഞ്ഞെടുക്കും. ഈ ഭാഗ്യശാലിക്ക് ഒരു ഗൃഹോപകരണം സമ്മാനമായി നൽകും. 5000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 250 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകളും മേച്ചേരി സിൽക്സ് ഒരുക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 17-നും സെപ്റ്റംബർ 4-നും ഇടയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്കാണ് ഡെയിലി ലക്കി ഡ്രോ ഓഫറിലൂടെ സമ്മാനങ്ങൾ ലഭിക്കുക. മേച്ചേരി സിൽക്സ് ഒല്ലൂർ 2ാം വർഷത്തിൽ ഓണത്തോടനുബന്ധിച്ച് 2 പുതുപുത്തൻ സമ്മാനങ്ങളും വേറെ ഒരുക്കിയിട്ടുണ്ട്. ജെൻസ് എക്സ്ക്ലൂസീവ് സെക്ഷനും ഡെയിലി വെയർ സെക്ഷനുമാണ് ജെൻസിനായി മേച്ചേരി സിൽക്സ് ഒരുക്കിയിട്ടുള്ള അടിപൊളി ഓണം ഓഫർ. 2999 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് പ്രത്യേക ഗിഫ്റ്റ് വൗച്ചർ സമ്മാനമായി ലഭിക്കും. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 30-നുള്ളിൽ വരെ പർച്ചേസ് ചെയ്യുന്നവർക്കാണ് ഈ ഓഫർ ലഭിക്കുക. ഓട്ടോ, വി സ്റ്റാർ, ക്ലർക്ക്, ഗാബിൾ, VIP, പാൻ അമേരിക്ക, സീറോ, ജോക്കി തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകൾക്ക് ജെൻസ് എക്സ്ക്ലൂസീവ് സെക്ഷനിലുണ്ട്. ഒല്ലൂർ മേച്ചേരി സിൽക്സിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി 5000 ചതുരശ്രയടി വിസ്തൃതിയിലാണ് വിശാലമായ ജെൻസ് ഫ്ലോർ ഒരുക്കിയിട്ടുള്ളത്. മേച്ചേരി സിൽക്സ് വാഗ്ദാനം ചെയ്ത 2ാമത്തെ പുതുപുത്തൻ സമ്മാനം ഡെയിലി വെയർ സെക്ഷനാണ്. 2000 ചതുരശ്രയടി വിസ്തൃതിയിലുള്ളതാണ് ഡെയിലി വെയർ സെക്ഷൻ. ഡെയിലി വെയർ, ഇന്നർ വെയർ, വസ്ത്രം മാറാനുള്ള വിശ്രമമുറി, ഹോം ഫർണിഷിംഗ് എന്നിവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
71ാമത് ഹൈടെക് ഷോറൂം ചിങ്ങം 1-ന് തൃശൂർ പൂത്തോളിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇത്തവണ വക്കാലക്ക ഉൾപ്പെടെ വമ്പൻ ഓഫറുകളുമായാണ് ഗോപു നന്ദിലത്ത് ജിമാർട്ട് ഓണത്തെ വരവേൽക്കുന്നത്. സൗത്ത് ഇന്ത്യയിലെ തന്നെ പ്രമുഖ ഗൃഹോപകരണ ഇലക്ട്രോണിക് ഡിജിറ്റൽ വിതരണ ശൃംഖലയായ ഗോപു നന്ദിലത്ത് ജിമാർട്ടിന്റെ തൃശൂരിലെ 10ാമത്തെ ഹൈടെക് ഷോറൂമാണ് പൂത്തോളിൽ പ്രവർത്തനം തുടങ്ങിയത്. റവന്യൂ മന്ത്രി കെ രാജൻ പുതിയ ഷോറൂമിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. പി ബാലചന്ദ്രൻ MLA ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഡിവിഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് സാറാമ റോബ്സൺ, ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത്, ഷൈനി ഗോപു നന്ദിലത്ത്, ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത് എന്നിവർ ഭദ്രദീപം തെളിയിച്ചു. CEO PA സുബൈർ, അഡ്മിനിസ്ട്രേഷൻ മാനേജർ NP ജോയ്, ജീവനക്കാർ, ഉപഭോക്താക്കൾ എന്നിവർക്കൊപ്പം വ്യാപാര രാഷ്ട്രീയ മേഖലകളിലെ നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. തങ്ങളുടെ പ്രിയപ്പെട്ട ഉപഭോക്താക്കൾക്കായി തെരഞ്ഞെടുത്ത ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടാണ് നന്ദിലത്ത് ജിമാർട്ട് ഒരുക്കിയിരിക്കുന്നത്. വക്കാലക്ക ഓഫറിനൊപ്പം വിസിറ്റ് ആൻഡ് വിൻ ഓഫർ, നന്ദിലത്ത് ജിമാർട്ട് അത്തം പത്തോണം, ലാക്പതി ഓഫർ എന്നീ വമ്പൻ ഓഫറുകളാണ് ഇത്തവണ ഓണത്തിനായി ഗോപു നന്ദിലത്ത് ജിമാർട്ട് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. തലമുറകളായി ഉപഭോക്താക്കൾ തങ്ങളുടെ കൂടെ നിൽക്കുന്നുവെന്നതാണ് ഗോപു നന്ദിലത്ത് ജിമാർട്ടിന്റെ വിജയരഹസ്യമെന്ന് ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത് പറഞ്ഞു. LG, സോണി, സാംസങ്, വേൾപൂൾ, ഗോദ്രേജ്, പാൻസോണിക്, ഹയർ തുടങ്ങി എല്ലാവിധ പ്രമുഖ ബ്രാൻഡുകളുടെയും ഗൃഹോപകരണങ്ങളാണ് തൃശൂർ പൂത്തോളിൽ തുറന്ന ഗോപു നന്ദിലത്ത് ജിമാർട്ടിൽ ഒരുക്കിയിട്ടുള്ളത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9275 രൂപ, പവന് 74,200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിജയൻ മാസ്റ്റർ മെമ്മോറിയൽ ഹാളിലായിരുന്നു കർഷക ദിനാചരണം. അവിണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും നടത്തി. പെരിഞ്ചേരി ALP സ്കൂൾ ഹാളിലായിരുന്നു കർഷക ദിനാചരണം. ചിങ്ങം 1-ന്റെ ഭാഗമായി ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന പശുഭജനം ഭക്തി നിർഭരമായി. രാവിലെയാണ് പ്രത്യേക പൂജാ ചടങ്ങുകൾ നടന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.